നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. തിരിച്ചടിയായി ഇറാന്റെ തീരദേശ റഡാർ കേന്ദ്രങ്ങളെ US സേന ആക്രമിച്ചു. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് ഈ ആക്രമണങ്ങൾ. കുവൈത്തിലെ ജനവാസ മേഖലയിലാണ് മിസൈൽ ആക്രമണമുണ്ടായത്. ആർക്കും പരിക്കില്ല. ബഹ്റൈനിൽ 3 മിസൈലുകളും ഏതാനും ഡ്രോണുകളും പതിച്ചു. വ്യോമാക്രമണത്തെ തുടർന്ന് പുലർച്ചെ 4:15 മുതൽ 6:15 വരെ വിമാന സർവീസുകൾ കുവൈറ്റ് നിർത്തിവച്ചിരുന്നു. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങളെയും അനുമതിയില്ലാതെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 4 ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചു. ഗൊറൂക്കിലെയും ഗേഷം ദ്വീപിലെയും റഡാർ കേന്ദ്രങ്ങളെയാണ് US ആക്രമിച്ചത്. ഡ്രോൺ ആക്രമണങ്ങളെ ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നതെന്ന് US ആരോപിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജരായി തുടരുമെന്ന് സെൻട്രൽ കമാൻഡ് പറഞ്ഞു. US ഇറാൻ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ പുരോഗമിക്കുകയാണ്. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇന്ന് ടെഹ്റാനിൽ എത്തും. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് വിട്ടുകൊടുക്കാനാണ് നീക്കം. എന്നിരുന്നാലും ഇരുപക്ഷവും കൃത്യമായ ഇടവേളകളിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനാൽ ഒരു കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ എണ്ണ വരുമാനത്തിലേക്കുള്ള പ്രവേശനം, അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ്, തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധം നീക്കൽ, ഹോർമൂസ് കടലിടുക്കിലുള്ള നിയന്ത്രണം എന്നിവയാണ് ടെഹ്റാൻ ആവശ്യപ്പെടുന്നത്. ആഗോളതലത്തിലുള്ള എണ്ണവാതക കയറ്റുമതിയുടെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഊർജ വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ മേഖലയിലുണ്ടാകുന്ന ഏതൊരു ചെറിയ സൈനിക ഏറ്റുമുട്ടലും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ആഗോള ഊർജ വിതരണത്തെയും കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ആഗോള വിപണികളും പ്രാദേശിക ശക്തികളും ഈ സാഹചര്യത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഏപ്രിൽ 8 വെടിനിർത്തൽ കരാർ US ലംഘിച്ചുവെന്നും സംഘർഷം ലഘൂകരിക്കാൻ അവർക്ക് ഉദ്ദേശമൊന്നുമില്ല എന്നുമാണ് ആവർത്തിച്ചുള്ള ഇത്തരം ലംഘനങ്ങൾ തെളിയിക്കുന്നത് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്നത്. അതിനിടെ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 3 സൈനികരുൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം അറിയിച്ചു. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിയുടെ സൈനിക ഉപദേശകൻ മഹ്സിൻ റസായി പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ പ്രതിസന്ധി മാറ്റേണ്ടതെന്നും അദ്ദേഹം CNN നൽകിയ അഭിമുഖത്തിലാണ് ആവശ്യപ്പെട്ടത്. ട്രംപും ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിയുമായി കൂടിക്കാഴ്ച സാധ്യമല്ല എന്ന് ഖമനേയിയുടെ അടുത്ത സഹായി പറഞ്ഞു. ജൂൺ 3 ട്രംപ് ഖമനേയിയെ കാണാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖമനേയിയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ മൊഹ്സിൻ റസായിയുടെ പ്രതികരണം ഉണ്ടായത്. സമാധാന ചർച്ചകൾ ട്രംപ് സ്തംഭിപ്പിച്ചു എന്നാരോപിച്ച റസായി ഉപരോധം നീക്കിയില്ലെങ്കിൽ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കും എന്ന മുന്നറിയിപ്പും നൽകി. ഇറാന്റെ വിശ്വാസം നേടാൻ ട്രംപ് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും അതുകൊണ്ടാണ് ചർച്ചകൾ പ്രതിസന്ധിയിലായതെന്നും റസായി വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇറാന്റെ മരവിപ്പിച്ച $24 ബില്യൺ വിലമതിക്കുന്ന ആസ്തികൾ US വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കക്കാർക്ക് നിസ്സാരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച തുകയാണ് ഇത്. പക്ഷേ ഇറാന് പ്രധാനപ്പെട്ടതാണ് ഈ തുക എന്നും അദ്ദേഹം പറയുന്നു. സൗഹാർദ്ദത്തിന്റെയും വിശ്വാസ്യത നേടിയെടുക്കുന്നതിന്റെയും അടയാളമായി ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം US അവസാനിപ്പിക്കണമെന്നും റസായി ആവർത്തിച്ചു. അമേരിക്കക്കാരുമായി ഒരു കരാറിലും എത്തിയില്ലെങ്കിൽ സംഘർഷം നീട്ടുന്നതിനെക്കുറിച്ച് ഇറാന് ആശങ്കയൊന്നുമില്ലെന്നും റസായി പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമെന്നും മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്യും എന്നതാണ് ഇറാന്റെ അടുത്ത നടപടി ഉണ്ടായിരിക്കുക എന്നും റസായി പറയുന്നു. ഉപരോധം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാത്രമല്ല ബാബൽ മന്ദബിലേക്കും ചെങ്കടലിലേക്കും മെഡിറ്ററേനിയനിലേക്കും യുദ്ധം വലിച്ചിഴയ്ക്കും. കൂടാതെ മറ്റ് അമേരിക്കൻ താവളങ്ങളെ ആക്രമിച്ച് യുദ്ധത്തിന് മറ്റൊരു മാനം നൽകാനും മടിക്കില്ലെന്നും റസായി പോരു പറയുന്നു. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ. ബാബൽ മന്ദബും ഹോർമൂസ് കടലിടുക്കും അടച്ചുപൂട്ടിയാൽ അത് ലോകത്തെ എണ്ണ വാതക വിതരണത്തിന്റെ 1/4 തടസ്സപ്പെടുത്താൻ കാരണമാകും. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ കടുത്ത സാമ്പത്തിക നടപടികളുമായി അമേരിക്ക മുന്നോട്ട് വന്നു.
കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇറാന്റെ വിദേശ ആസ്തികൾ തന്നെ ഉപയോഗിക്കാനാണ് US നീക്കം ശക്തമാക്കുന്നത്. ഇറാനിയൻ നടപടികളുടെ ഫലമായി ഗൾഫ് സഖ്യകക്ഷികൾക്ക് ഇതിനകമുണ്ടായ ചെലവുകൾ വിലയിരുത്താൻ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാന്റെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതും ഇറാനുമേൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം ഏൽപ്പിക്കുന്നുണ്ട്. നോബിടെക്സ് ഉൾപ്പെടെയുള്ള ഇറാന്റെ വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളെയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങളുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതേസമയം ഇന്നലെ രാത്രിയും ഇറാന്റെ റഡാർ സൈറ്റുകൾക്ക് നേരെ അമേരിക്കൻ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ അയച്ചതിനെ തുടർന്നായിരുന്നു ആക്രമണമെന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈന്യം പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന ചർച്ച പ്രതിസന്ധിയിലാണെന്നും യുദ്ധം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിയുടെ ഉപദേഷ്ടാവ് മോസിൻ റസായി പറയുന്നു. ഇറാൻ വെള്ളിയാഴ്ച കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും 7 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. ഹോർമുസ് കടലിടുക്കിലേക്ക് നേരത്തെ പറന്ന 4 വൺ-വേ ആക്രമണ ഡ്രോണുകൾ അമേരിക്കൻ സേന തകർത്തതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സെൻട്രകോം ആണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇറാന്റെ ആക്രമണ ഡ്രോണുകൾ മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയതിനാൽ അവ വെടിവെച്ചിടേണ്ടി വന്നതായാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഖ്വേഷം, സിരിക് ദ്വീപുകളിൽ US നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രത്യാക്രമണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. അതേസമയം ആക്രമണത്തെ കുവൈറ്റ് ശക്തമായി പ്രതിരോധിച്ചിരുന്നു. വ്യോമാതിർത്തികളിൽ വെച്ച് ഡ്രോണുകൾ വെടിവെച്ചിടുകയും ചെയ്തു. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കൻ സേന ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ സൈറ്റുകളിൽ ആക്രമണം നടത്തി. ഗൊറൂക്കിലെ റഡാർ സൈറ്റും ഖേഷം ദ്വീപിലെ സൈറ്റും തകർത്തതായി സെന്റ്കോം അറിയിച്ചു. തുടർന്നുള്ള സമുദ്ര ആക്രമണങ്ങൾ തടയുന്നതിനായിരുന്നു തിരിച്ചടി. ഇറാൻ വിക്ഷേപിച്ച 7 മിസൈലുകളിൽ 6 എണ്ണം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വെടിവെച്ചിടാൻ കഴിഞ്ഞു. 7ാമത്തെ മിസൈൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിയില്ലെന്ന് പ്രാഥമിക വിലയിരുത്തലുണ്ട്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടുന്ന കുവൈത്തിന് നൂതന ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വിൽക്കാൻ US ഭരണകൂടം അനുമതി നൽകി. $198 കോടി ആയുധ ഇടപാട്. ഫെബ്രുവരി 28-നാണ് ഇറാനിൽ USഉം ഇസ്രയേലും സംയുക്ത ആക്രമണം ആരംഭിച്ചത്. ആക്രമണത്തിൽ പരമോന്നത നേതാവ് ഖമനേയി അടക്കം കൊല്ലപ്പെട്ടതോടെ ഇറാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങിയതോടെയാണ് മേഖല കലുഷിതമായത്. ഇറാൻ ഹോർമുസ് അടച്ചതോടെ ആഗോള ഊർജ്ജ വിപണിയും പ്രതിസന്ധിയിലായി. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ സമാധാന ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇരുപക്ഷവും പാകിസ്ഥാൻ വഴി സന്ദേശങ്ങൾ കൈമാറിയെങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കണം എന്നതടക്കമുള്ള US നിർദ്ദേശം ഇറാൻ അംഗീകരിച്ചിട്ടില്ല. USഉം ഇറാനും തമ്മിലുള്ള ആദ്യ ചർച്ചകൾ ഏപ്രിലിൽ പാകിസ്ഥാനിലാണ് നടന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.